warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത് ഇൽമു സ്വീകരിക്കേണ്ടത് അതിൻ്റെ രീതി അതേത് രൂപത്തിലായിരിക്കണം, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ്, അവലംബിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഏതാനും ക്ലാസ്സുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചു വന്നത്. ഇൽമിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നിന്ന്, കിബാറുകളിൽ നിന്ന്, അവരുടെ നേർക്കുനേരെയുള്ള ശിഷ്യന്മാർ, അതേപോലെ തന്നെ അവരിൽ നിന്ന് ഇൽമു നേടിയിട്ടുള്ളവർ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം ഈ വിഷയത്തിൽ കിതാബുകളെ അവലംബിച്ചുകൊണ്ട്, ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. കിതാബ് തിരിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പല രൂപത്തിലുള്ള അബദ്ധങ്ങളും സംഭവിക്കും. അതിന്റെ ഉദാഹരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെതായ ഉസൂലുകളും ഖായിദകളും ലവാബിത്തുകളും ഇസ്തിലാഹിയായ ലുഗവിയായ പ്രയോഗങ്ങളും, അതേപോലെ തന്നെ നാസിഖ്, മൻസൂഖ്, മുജ്മല്, മുഫസ്സല്, ആം, ഖാസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങൾ. ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായി പരിജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രം ഗ്രന്ഥങ്ങൾ അവലംബിക്കുക, അത് ശരിയായ രീതിയല്ല. അത് പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടില്ല. അതോടൊപ്പം ഇങ്ങനെ ഇതൊന്നും തിരിയാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാരായി ചമയുന്ന മുറിവൈദ്യന്മാരിൽ നിന്നും ഇൽമു സ്വീകരിക്കരുത്. അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ ഉദാഹരണങ്ങളും നമ്മൾ മുമ്പ് വിശദീകരിച്ചു. മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗ്രന്ഥങ്ങളെ അവലംബിക്കാം. അതിന് പണ്ഡിതന്മാർ വെച്ച ഷുറൂത്തുകളും ലവാബിത്തുകളും ഒക്കെ നമ്മൾ പറഞ്ഞു. അയാൾക്ക് കിതാബ് തിരിയണം,
പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് വിവരം ഉണ്ടാകണം. കുറച്ചു കാലമെങ്കിലും അയാൾ ഈ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. എന്നിരുന്നാൽ തന്നെയും ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിക്കുന്നത് ശരിയല്ലെന്നും കിതാബ് തിരിയുന്ന ആളാണെങ്കിൽ കൂടി അയാളെ പണ്ഡിതന്മാരുടെ സഹായം സ്വീകരിക്കേണ്ടതുണ്ട് എന്നും അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാനുള്ളത്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോടൊരു ചോദ്യം. ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവരൊരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹദീസുകളും വായിക്കുകയും ചെയ്യുന്നു, അവരത് പഠിക്കുന്നു. എന്നാൽ അവർ കൃത്യമായ വിവരമുള്ളവരല്ല, ഇൽമുള്ളവരല്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവർക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ചിരിക്കണം. അതൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ വേറൊന്നും അവർക്കില്ല. നീണ്ട നാവുണ്ടാകും, അതല്ലെങ്കിൽ ഭാഷാപരമായ അറിവുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിയാം. എന്നിട്ട് അവരൊരുമിച്ച് കൂടിയിരുന്നിട്ട് അതൊരു ക്ലാസ്. അങ്ങനെ ഇൽമു സ്വീകരിക്കുന്നതിന്റെ ഹുക്മ് എന്താണ്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഇഖ്തിസാറു ബഅദു ശബാബി അലാ അൻഫുസിഹിം വദുറൂസിഹിം ഫീ ബഅദിൽ ബുയൂതി. ഇങ്ങനെ നമ്മുടെ ചില സഹോദരങ്ങൾ, ചില യുവാക്കൾ, ചെറുപ്പക്കാർ ഇങ്ങനെ വീടുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? യഹ്ഫദൂന അലാ അൻഫുസിഹിം വയഖറഊന അലാ അൻഫുസിഹിം. അവർ സ്വയം അത് ഹിഫ്ളാക്കുന്നു, സ്വയം അവരത് വായിച്ചു പഠിക്കുന്നു, അത് സ്വയം അത് കൈകാര്യം ചെയ്യാണ്. ഖാദാ ഫീഹി ഖത്റുൻ അളീം. ഇതിൽ വമ്പിച്ച അപകടമുണ്ട്. നമ്മൾ ധാരാളമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉസ്താദോ അല്ലെങ്കിൽ ഷെയ്ഖന്മാരോ അല്ലെങ്കിൽ അവരെവിടെയും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ ഒരുമിച്ച് കൂടും, എന്നിട്ട് അവരങ്ങനെ വായിച്ചിട്ട് പോകും. ഇങ്ങനെ പള്ളികളിൽ ഉണ്ടാകും, ചില വീടുകളിൽ ഉണ്ടാകും, ചില ഹാളുകളിൽ ഉണ്ടാകും, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ ഷെയ്ഖ് ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാമിയയിൽ പഠിച്ചവരാണ്, ഇതൊക്കെ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും പറയണ്ടാവില്ല. ഞങ്ങൾക്ക് കുറച്ചൊക്കെ വായിക്കാനറിയാം, ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും അവർ പറയാറുണ്ടാകുക. ഇത് വമ്പിച്ച അപകടമാണ്. ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കണം. വലാ യുഫീദുഹും ഷൈഅ ബൽ റുബ്ബമാ യഗ്തറൂന ബിഹി. ഇതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരമല്ല, അവർക്ക് ഇതുകൊണ്ട് അപകടമാണ്. അവർ വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. ലാ ബുദ്ദ മിൻ അൻ യസ്മഉ ഇലൽ ഉലമായി വയജ്ലിസൂ ലിൽ ഉലമായി ഫി അയ്യി മക്കാനിൻ. അതുകൊണ്ട് ഇവർ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും ഇവരെന്ത് ചെയ്യണം? പണ്ഡിതന്മാരുടെ അടുത്ത് പോകണം, എന്നിട്ട് അവർ ഇൽമു നേടണം. അമൽ ജുലൂസു ഫിൽ ബുയൂതി വമജ്മുഅതി മിന ശബാബിൽ ജുഹാൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ജാഹിലീങ്ങളായ കുറച്ച് ചെറുപ്പക്കാർ, ശബാബ് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്, വിവരമില്ലാത്തവരായ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, വീടുകളിൽ ഒരുമിച്ച് കൂടുക. യഖറഊൻ, എന്നിട്ട് അവർ ഗ്രന്ഥങ്ങൾ വായിക്കുക. വയശ്റഹൂൻ, എന്നിട്ട് അവരതിന് ഷർഹ് പറയും. വയുഫസ്സിറൂൻ, അവരതിന് തഫ്സീർ പറയും. ലി അൻഫുസി, ഇതൊക്കെ അവർ സ്വയം ചെയ്യുന്നു. ഹാദാ ഫീഹി ഖത്റുൻ അളീം. ഇതിൽ വമ്പിച്ച അപകടമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം വളരെ രസകരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നത്, വഖൗനുഹും യബ്ഖൂന അലാ ജഹ്ലിഹിം അഹ്സൻ മിൻ ഖൗനിഹിം യത്തബിഊന ഹാദിഹി ത്വരീഖ. ഈ ഒരു രീതി അവർ അവലംബിക്കുന്നതിനേക്കാൾ അവർക്ക് നല്ലത് ജാഹിലീങ്ങളായി ജീവിക്കാണ്. കാരണം അവർക്കൊരു വിവരമല്ല. എന്നിട്ട് അവർ കിതാബുകൾ എടുക്കും, ഇംഗ്ലീഷ് എടുക്കും, എന്നിട്ട് അതിന്റെ ഷറഹൊക്കെ നോക്കി പഠിച്ചിട്ട് അവരങ്ങനെ വായിക്കും. അവർക്കൊരു ഗൈഡ് ഉണ്ടാവില്ല, ഒരു ഷെയ്ഖ് ഉണ്ടാവില്ല, ഒരു ഉസ്താദ് ഉണ്ടാവില്ല. അള്ളാന്റെ വേണ്ടുകൊണ്ട് ഒരു ഫെയിലും ഫാവിലും അവർക്ക് തിരിയില്ല. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നവരെ കുറിച്ച്, ജാഹിലീകളായി ജീവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മാർഗം പിൻപറ്റുന്നതിനേക്കാൾ അവർക്ക് നല്ലത്. ഞാൻ പറഞ്ഞതല്ല, എന്റെ നേരെ തിരിഞ്ഞിട്ട് കാര്യമല്ല. ഇത് ഷെയ്ഖ് ഫൗസാന്റെ വാചകങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ലിഅന്നൽ ജാഹിലൽ ബസീത്ത് അസ്ഹലു മിനൽ ജാഹിലിൽ മുറക്കബ്. ജാഹില് ബസീത്ത് ഉണ്ട്, ജാഹില് മുറക്കബ് ഉണ്ട്. ഈ ജാഹില് മുറക്കബിനേക്കാൾ
ജാഹിൽ ബസീത്ത്, ജാഹില് മുറക്കബുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അൽ ജാഹിലുൽ ബസീത്ത് എതിരി ഇന്നഹു ജാഹിലുൻ. ആരാണ് ജാഹിലുൽ ബസീത്ത്? അവനറിയാം അവൻ ആരാണ്, അവനൊരു ജാഹിലാണ് എന്നുള്ളത് അവനറിയാം. എന്നാൽ ഒരു ജാഹില് മുറക്കബാകട്ടെ എളുന്നു, അവൻ വിചാരിക്കുന്നു അന്നഹു ആലിമുൻ, അവൻ പണ്ഡിതനാണെന്ന് അവൻ വിചാരിക്കുകയാണ്. എന്നിട്ടാണ് അവർ ഈ ദർസുകളൊക്കെ എടുത്ത് അങ്ങനെ ആലിമീങ്ങളായിട്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ വഹുവ ജാഹിലുൻ, യഥാർത്ഥത്തിൽ അവൻ ആരാണ്? അവൻ ജാഹിലാണ്. അപ്പൊ അതില് അപകടമാണുള്ളത്. അങ്ങനെ വിവരമില്ലാതെ അവർ സ്വയം ആലിമീങ്ങളായിട്ട് ചമഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള ക്ലാസ്സുകളുമായി ദുറൂസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അവർ ജാഹിലീങ്ങളായിട്ട് ജീവിക്കുകയാണ് എന്നതാണ് ഷെയ്ഖ് ഫൗസാൻ പറയുന്നത്. വേറെ അദ്ദേഹത്തോട് ഇതേ രൂപത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ ഇതേ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രന്ഥങ്ങളെ അതിൻ്റെതായ ശുറൂത്തുകളോടുകൂടി ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാനെ പോലെ തന്നെ പ്രഗത്ഭനായ പണ്ഡിതനായ ഷെയ്ഖ് ബാസമൂൽ, അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. കാരണം നമ്മളിത് വിഷയം പഠിക്കുകയാണല്ലോ. കാരണം നമുക്കൊക്കെ ഇതിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന, വാചാലമായിട്ട് സംസാരിക്കാൻ അറിയുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്ന അങ്ങനെ ഒരു നല്ല സാഹിത്യം പറയുന്ന ആളുകളുടെ ഖുത്ബക്കായിട്ട് നമ്മൾ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സാഹിത്യം അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ ഖുത്ബ, അവരൊക്കെ പണ്ഡിതന്മാരാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ നല്ല മനോഹരമായ ഈണത്തിൽ സംസാരിച്ചിരുന്ന പലരും. ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഖുത്ബാക്കൾ മാത്രമാണ്. ഇവരവലംബിക്കുന്നതൊക്കെ എന്താണ്? ഇഖ്വാൽ മുസ്ലിമിന്റെ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ പ്രബോധനം പോലെയുള്ള മാസിക വാരികകളും മാസികകളൊക്കെ അവലംബിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ക്ലാസ്സുകളും പല ഖുത്ബകളൊക്കെ. അപ്പൊ ഇതൊന്നും തിരിയാത്ത, കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടാകും. ചില ആൾക്കാരുടെ പ്രസംഗം അങ്ങനെയാണല്ലോ, അതിലൊന്നും ഉണ്ടാവില്ല, അസറുകൾ ഉണ്ടാവില്ല, ആയത്തുണ്ടാവില്ല, ഹദീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സലഫിയത്തൊന്നും ഉണ്ടാവില്ല. കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ കള്ളക്കഥകൾ ഉണ്ടാകും. യഥാർത്ഥത്തില് ഷെയ്ഖ് ബാസമൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. മാദാ യഅമൽ മൻ അറാദ തലബുൽ ഇൽമി വലാ യസ്തതിഉ അൽ വുസൂൽ ഇലാ അഹ്ലിൽ ഇൽമി. പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? അവരൊക്കെ ഇൽമ് നേടണം. അവരെന്താണ് ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് പണ്ഡിതന്മാരുടെ അടുത്ത് പോയി അവരിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ സാധിക്കുന്ന ആളുകൾ അവര് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകണം എന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫി ഹാദൽ ഹശ്രി ബിഹംദില്ലാഹ്, ഇന്നത്തെ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. നമുക്ക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ശരിയായ മൻഹജും ശരിയായ അഖീദയുമുള്ള ഉലമാക്കളുമായിട്ട് ബന്ധം പുലർത്താനുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. എന്നിട്ട് അത് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കാണ്. എന്നിട്ട് അദ്ദേഹം ചില മാർഗങ്ങൾ പറയുന്നു. ഇനി അങ്ങനെ പണ്ഡിതന്മാരുടെ മജ്ലിസിൽ പോയി ഇൽമ് പഠിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില മാർഗങ്ങളുണ്ട്. വദാലിക മിൻ വുജൂഹിൻ, ആ മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ വജ്ഹുൽ അവ്വൽ, ഒന്നാമത്തെ മാർഗം, ഇദാ കാന ബിമഖ്ദറതിഹി മാദ്ദിയൻ അൽ ഇത്തിസാലു ഹാതിഫിയൻ അല ആലിമിൻ സുന്നിയൻ. അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികമായ സൗകര്യങ്ങൾ ഒരുപാടുള്ള കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഹാത്തിഫ്, ടെലിഫോൺ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ മുഖേന എന്ത് ചെയ്യാം? പിന്നെ പണ്ഡിതന്മാരുടെ ദർസുകൾ നേരിട്ട് കേൾക്കുക. വയസ്മഉനഹു അബറൽ ഹാത്തിഫി, ഹാത്തിഫ് മുഖേന ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അതിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നത്തെ പല സൗകര്യങ്ങളും പൈലക്സ് പോലെ നേരിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ പിന്നെ സലഫികളായ
സലഫിയത്തുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിബാറുകളുടെ തന്നെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒന്ന് ഷെയ്ഖ് ബാസുമുലാണ് പറയുന്നത്. അൽ വജ്ഹുൽ അവ്വൽ അതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇതേപോലെ തന്നെ ചെയ്യേണ്ട തരീഖത്തുൽ ഉഖറ, മറ്റൊരു മാർഗം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യുക, സലഫികളുടെ പണ്ഡിതന്മാരുടെ ശരിയായ മനഹജുള്ള പണ്ഡിതന്മാരുടെ കാസറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ആ കാസറ്റുകൾ നിങ്ങൾ വാങ്ങി കേൾക്കുക. ഇതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു മാർഗം. അവരുടെ കാസറ്റുകൾ, സിഡികൾ അത് നമുക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വത്തരീഖത്തു സാലിസ്, മൂന്നാമത്തെ മാർഗം. ഇദാ കാന യസ്തതിഉ അബറൽ ഇദാ, റേഡിയോ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ മുഖേന സലഫി പണ്ഡിതന്മാരുടെ ക്ലാസുകൾ നിങ്ങൾക്ക്, ദർസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ രൂപത്തിലുള്ള മാധ്യമങ്ങൾ മുഖേന മിസ്ൽ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, സ്വാലിഹുൽ ഫൗസാൻ എന്നെ പോലുള്ള ഗൈരിഹിമിൽ ഉലമാഇൽ മഅറൂഫീന, ഞാൻ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ ദർസുകളൊക്കെ നിങ്ങൾക്ക് ഈ റേഡിയോ മുഖേന അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ചാനലുകൾ മുഖേന നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇൽമു നേടാവുന്നതാണ്. അതിൽ അദ്ദേഹം പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നു, ഹദ്ദിറു മിൻ ബഅദിൽ കനവാത്ത്, ചില ചാനലുകൾ, ആ ചാനലുകളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവര് പലരും രംഗത്ത് വരാറുണ്ട്, പണ്ഡിതന്മാരായിക്കൊണ്ട് യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥ സലഫി മൻഹജിൽ നിന്ന് ഇൻഹിറാഫ് സംഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ലാ യുഖദ് മിൻഹും അൽ ഇൽം, അവരിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഇൽമു സ്വീകരിക്കരുത്. അപ്പൊ അത് വേറെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ എല്ലാ ചവറുകളും, നേരത്തെ പ്രസംഗം കേൾക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ എവിടെയും പോയിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട്. അതൊരു നല്ല കാര്യം എന്നല്ല. അതായത് നല്ല കാര്യം എന്ന് പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള മൻഹജും സലഫിയത്തുള്ള അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ക്ലാസുകൾ കേൾക്കുക എന്നുള്ളത് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു മാർഗമാണത്. നമ്മൾ നേരത്തെ ഒന്നാമത് ഇബ്നു സീരീന്റെ വാചകം ഉദ്ധരിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അത് തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും അല്ല, അത് പരലോകത്തിന്റെ വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ എന്ത് തെരഞ്ഞെടുക്കാനെങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് തെരഞ്ഞെടുക്കുക, അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ആ ഒരു നിലപാടിലേക്ക് എത്താൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ വിഷയങ്ങൾ വല്ലതും സംസാരിച്ചാൽ അയാളെ നേരെ തിരിയാനാണ് പലരും ശ്രമിക്കാറുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ എല്ലാ ചാനലുകളും അല്ലെങ്കിൽ എല്ലാ സൈറ്റുകളും, എല്ലാ ചവറുകളും പോയിട്ട് അതിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കുക, അത് യഥാർത്ഥത്തിൽ അയാളെ ദലാലത്തിലേക്ക് എത്തിക്കും. അങ്ങനെ എത്ര ആളുകൾ നല്ല പ്രസംഗമായിരിക്കും. ചില ആളുകൾ ഇങ്ങനെ പറയും, എന്തായാലും പ്രസംഗം കേട്ടാൽ അങ്ങനെ ഇരുന്നു പോകും, മണിക്കൂറുകൾ പിന്നിടുന്നത് അറിയാൻ പറ്റൂല, പറയുന്നതൊക്കെ എന്തായിരിക്കും, അഹ്ലുസുന്നത്തിനെതിരായ ആദർശമായിരിക്കും. ഒരു ക്ലാസ്സും ഇല്ലല്ലോ, അപ്പൊ ആ ക്ലാസ്സിനെങ്കിലും പോയി ഇരിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മളെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. കാരണം നമ്മൾ അയാളിൽ നിന്ന് സ്വീകരിക്കുന്നത് ദീനാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീനൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. ഇൽമ് നമ്മൾ ചോദിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണോ നിങ്ങൾ ദീന് സ്വീകരിക്കുന്നത് അവരെപ്പറ്റി നിങ്ങൾ അറിയണം, അവരെപ്പറ്റി നിങ്ങൾ പഠിക്കണം. അവർ ശരിയായ മൻഹജും ഉസൂലും അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ആദർശവും അംഗീകരിക്കുന്ന ആളുകളാണോ എന്നുള്ളത് അറിയണം. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ ഇങ്ങനെയുള്ള ചില ചാനലുകളെ ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, അവരിൽ നിന്നും നിങ്ങൾ ഇൽമ് സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തണം. ഇതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊന്ന്, ഐലൻ യുംകിനു ത്വലബുൽ ഇൽമി അൻ ത്വരീഖിൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് മുഖേന നിങ്ങൾക്ക് ഇൽമ് നേടാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കിതാബ് തിരിയാത്ത ആളുകളും ശരിയായ ഇതില്ലാത്ത ആളുകളും അതൊറ്റക്ക് പരിശോധിക്കാനും അതിൽ നിന്ന് ഇൽമു സ്വീകരിക്കാനും നിന്നാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. കാരണം നമ്മളൊരു സൈറ്റിൽ പോയി, അത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശമാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവരം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അത് ഹക്കാണോ ബാത്തിലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? അപ്പൊ അത് വളരെ അപകടം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? അത് ചോദിച്ചു മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് ഇന്റർനെറ്റ് അതിന്റെ ഒരു മാർഗ്ഗമാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്.
പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള അതിന്റെ ചാനലുകൾ ഏതാണ്, അത് കൃത്യമായി സൈറ്റുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സൈറ്റുകളൊക്കെ അധികം നമ്മളൊരു വിഷയം സെർച്ച് ചെയ്യുമ്പോൾ ഷിയാക്കളെ സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഓറിയന്റലിസ്റ്റുകളുടെ സൈറ്റ് ആയിരിക്കും. ഒക്കെ ബിസ്മി ഉണ്ടാവും, ഹംദും ഫാത്തിഹയും ഖുർആനും ഹദീസും ഒക്കെ അതിലുണ്ടാകും. അപ്പൊ ഇത് വായിക്കുന്നവന് തിരിയില്ലല്ലോ അത് എന്താന്നുള്ളത്. എന്നിട്ട് അത് പഠിച്ചിട്ട് അവസാനം എന്താകും, ഹിദായത്തുനിന്ന് ദലാലത്തേക്ക് എത്തിപ്പെട്ട എത്രയോ ആളുകളെ നമുക്ക് പരിചയമുണ്ട്. കാരണം അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് സ്വാധീനം ഉണ്ടാക്കും. മനുഷ്യന്റെ മനസ്സാണ്, അതേത് സമയത്തും മാറി ചിന്തിക്കാം. മുഖല്ലിബൽ ഖുലൂബി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സബിത്ത് ഖുലൂബന അലാ ദീനിക്, അല്ലെങ്കിൽ സബിത്ത് ഖൽബി അലാ ദീനിക്. ഇപ്പൊ നമുക്കറിയാം, ശരിയായ അഹ്ലുസുന്നത്തിൽ ജീവിച്ച ആളുകൾ ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കും, ശരിക്കും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രസംഗമായിരിക്കും. അവരാ വർത്താനം, അവരുടെ ആ പല്ലുറുമ്പലും അവരുടെ ആ രീതിയൊക്കെ കാണുമ്പോഴത്തൊക്കെ ഒരാൾ പ്രസംഗിക്കാണ്. ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വന്നത് ഒരൊറ്റ ആയത്തോ ഹദീസോ കാണിച്ചു തന്നാൽ ഞാനത് അംഗീകരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആകെ അജബായിട്ട് വന്നിട്ട്, അല്ല അങ്ങനെ ഒരൊറ്റ ഹദീസോ ആയത്തൊന്നുമില്ല, അയാൾ പറഞ്ഞല്ലോ, അയാൾ പണ്ഡിതനല്ല, അയാളെ എന്താണ് അയാളെ ക്ലാസ്, അവെന്താ അതോട് കൂടിയിട്ട് ശരിയായ സുന്നത്തെ മാർഗത്തുനിന്ന് അയാൾ പുറത്തു പോകുകയാണ്. അപ്പൊ ഇങ്ങനെ പല അപകടങ്ങളുണ്ടാവും. അപ്പൊ അത് പണ്ഡിതന്മാരോട്, ശരിയായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് തസ്കിയത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചാനലുകള് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹുനാക ഗറഫ് ലിശൈഖ് സയ്യിദുൽ മദ്ഖലിന്റെ സൈറ്റ് ഉണ്ട്, വശൈഖ് അല്ലാമത്ത് അഹ്മദ് നജ്മി, ഷെയ്ഖ് അഹമ്മദ് നജ്മിയുടെ സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വശൈഖ് അല്ലാമ അലിമാം റബീഉൽ മദ്ഖലി, ഷെയ്ഖ് മദ്ഖലിന്റെ സൈറ്റുകളുണ്ട്. വഗൈരിഹിം മിൻ അഹ്ലിൽ ഇൽമി അസ്സലഫീന, ഇതല്ലാത്ത സലഫി പണ്ഡിതന്മാരുടെ ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റും. ഈ രൂപത്തിലൂടെ നിങ്ങൾക്ക് ഇൽമ് നേടാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ചാനലുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ചാനലുകൾ അത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. അദ്ദേഹം ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അവർ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂല. അങ്ങനെയുള്ള സൈറ്റുകളിൽ പോകുന്നതിനെ ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു എന്ന് അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വരികയാണ്. അദ്ദേഹം പറയുന്നു, വൈലൻ ഇതേപോലെ തന്നെ എൽമു സ്വീകരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ മിൻ ഖിറാഅത്തിൽ കുതുബി, ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാകിൻ, പക്ഷേ കുറച്ച് കാര്യങ്ങൾ, ഗ്രന്ഥങ്ങളെ നിങ്ങൾ അവലംബിക്കുമ്പോൾ, ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ എൽമു സ്വീകരിക്കുമ്പോൾ ഫിഹ മഹാദിർ, അതിൽ ചില മുന്നറിയിപ്പുകൾ, ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നാൽ മഹദൂറുൽ അവ്വൽ, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദാ കാന ലാ യഅരിഫു ശൈഅൻ മിനൽ ഇൽമി, ഒരു വിവരവും ഇല്ലാത്തവനാണ് ഈ ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈന്നഹു ഖദ് യുഖ്തിഉ ഫീ ഫഹ്മിൽ മആനി, അതിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ അവന് അബദ്ധം സംഭവിക്കും. ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കണം. അതല്ലാഞ്ഞാൽ നമ്മൾ വിഷയങ്ങൾ അവിടെയാണ് സംസാരിച്ചിട്ടുള്ളത്, അതിന്റെ ബാക്കിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ തസ്കിയത്തിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ട് തന്നെ അല്ല, നമ്മൾ ഏതോ ഒരു വരി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് തന്നെ കമന്റുകൾ വന്നു തുടങ്ങി ഫേസ്ബുക്കിൽ. ഖത്തറിലെ സലാഹി തസ്കിയത്ത് അംഗീകരിക്കുന്നു, കേരളത്തിലെ സലാഹി തസ്കിയത്തിനെ നിഷേധിക്കുന്നു. നമ്മൾ തസ്കിയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടല്ല, അന്നത്തെ വിഷയമാണത് ശരിക്കും. അപ്പൊ യഥാർത്ഥത്തില് ഇതാണ് എന്താണെങ്കിലും അത് ശ്രദ്ധിക്കുക എന്നർത്ഥം. നമ്മുടെ ക്ലാസ്സുകൾ അത് പൂർണ്ണമായിട്ട് അത് കേൾക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അവന് ഇൽമില്ലാത്തവനാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആശയം അവൻ തെറ്റായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ടാൽ മഹദൂർ സാനി ഫൈനഹു ഖദ് യുഖ്തിഉ ഫീ നുത്ഖിൽ കലിമാത്തി, ചിലപ്പോൾ വാചകങ്ങൾ, പദങ്ങൾ ഉച്ചരിക്കുന്നതിൽ ചിലപ്പോൾ അവൻ അബദ്ധം സംഭവിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെയില് തിരിയണം, ഫായില് തിരിയണം. അതേപോലെ തന്നെ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട്. അപ്പൊ അതൊക്കെ ഉച്ചരിക്കുമ്പോൾ, അത് പറയുമ്പോൾ അതിന്റെ ആ പ്രയോഗം, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ വരണം.
അപ്പൊ ഇതൊന്നും തിരിയാത്ത ഒരാളെ ഗ്രന്ഥത്തെ അവലംബിക്കുമ്പോ അവന് അബദ്ധമാണ് സംഭവിക്കുക, അവന് അപകടം പറ്റും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുമ്പോഴോ അതിനേക്കാൾ വലിയ അബദ്ധമായിരിക്കും. ഇതാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പറയുന്നത്. അൽ മഹദൂർ സാലിസ്, മൂന്നാമത്തത്, ഫൈനഹു ഖദ് യഖറഉ ലിമൻ ഹബ്ബ വതബ്ബ, എല്ലാ ചവറുകളും വായിക്കുന്നവനായിരിക്കും അവന്. അതുകൊണ്ട് അങ്ങനെയുള്ള ചവറുകൾ വായിക്കരുത്. അഹ്ലുൽ ബിദ്അത്തിന്റെ ആൾക്കാരുടെ ഗ്രന്ഥങ്ങളും അഹ്ലുൽ സുന്നന്റെ ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുന്ന ആളായിരിക്കും അല്ലെ. അങ്ങനെയാണ് ചില ആളുകൾ പറയാറുള്ളത്. എനിക്കതില് തീവ്രവാദം ഭീകരവാദം ഒന്നുമില്ല, ഞാൻ എല്ലാവരുടെയും ക്ലാസ്സിന് പോകും, എല്ലാവരുടെയും ഗ്രന്ഥങ്ങൾ വായിക്കും, അവൻ നല്ല കുട്ടിയാണ്. യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. അവന്റെ പരലോകത്തെ അവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നല്ലവനല്ല യഥാർത്ഥത്തിൽ, അവൻ അവന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ ശൈഖ് ബാസമൂൽ പറയുന്നത് മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, മൂന്നാമതായിട്ട് ഈ ഗ്രന്ഥങ്ങൾ അവലംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിയായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ മാത്രമായിരിക്കണം അവൻ അവലംബിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം 4 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അൻ യുറാജിയ മാ ഖാലഹു അഹ്ലുൽ ഇൽമി വലാ യസ്തഖിൽ ഹുവ ബിഫഹ്മി. അവൻ എന്ത് ചെയ്യരുത്, അവൻ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അവൻ അവലംബിക്കേണ്ടത് അഹ്ലുൽ ഇൽമ് പറഞ്ഞത് എന്താണോ അതിനെ അവലംബിച്ചുകൊണ്ടായിരിക്കണം. അവന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യരുത്. അവന്റെ ഫഹ്മ് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാര് പറഞ്ഞു, അത് അഡ്രസ് ഒന്നുമില്ല. അവനൊരു ആയത്ത് വായിക്കും, എന്നിട്ട് അവൻ അതിന്റെ അർത്ഥം പറയും, അല്ലെങ്കിൽ അതിന്റെ ഷറഹ് പറയും, അല്ലെങ്കിൽ ഒരു ഹദീസ് പറയും, എന്നിട്ട് അവന്റെ വക അതിന് വ്യാഖ്യാനം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ആയത്ത് ഓതിയിട്ട് നമ്മുടെ വക അതിന്റെ വിശദീകരണം. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ബന്ധമില്ലാത്ത വിശദീകരണമായിരിക്കും അയാൾ കൊടുക്കുന്നത്. കാരണം അതിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ തഫ്സീർ വായിക്കാൻ അറിയില്ല. അപ്പൊ സ്വതന്ത്രമായിട്ട് അവൻ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കരുത്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിന് അവൻ എന്ത് ചെയ്യണം, അവലംബിക്കണം. 2 ശ്രദ്ധിക്കേണ്ട കാര്യം, യജിബു അലൈഹി അൻ യഹ്റുസ അലാ ഖിറാഅത്തി കുതുബി അഹ്ലുസുന്ന ഫഖത്ത്. കണ്ടോ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ മാത്രമായിരിക്കണം അവൻ വായിക്കേണ്ടത്. അത് തെരഞ്ഞെടുക്കണം. ആരാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കണം. ഇന്ന് പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്, പല രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാൻ പറ്റൂല. പക്ഷെ അവരൊക്കെ പണ്ഡിതന്മാരാണ്. പക്ഷെ അവര് ശരിയായ അഹ്ലുസുന്നയുടെ ശരിയായ സലഫിയത്തും മനഹജ് ഉസൂലുകളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോ അവരുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ മാത്രമായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്, അവലംബിക്കേണ്ടത്. ബിസലാമത്തിൽ മൻഹജി വൽ മുഅ്തഖദ്, ശരിയായ വിശ്വാസവും ശരിയായ മൻഹജും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളായിരിക്കണം അയാൾ അവലംബിക്കേണ്ടത്. എന്നാൽ തെറ്റുപറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇനിങ്ങനെ വായിച്ചിരുന്നാ മതിയോ, പോരാ. മൂന്നാമത് അദ്ദേഹം പറയുന്നു, മതാ തവഫർത ലഹു സുബുലൽ വുസൂലി ഇലൽ ഉലമാഇ, എന്നാണോ അവന് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, ഫഅലൈഹി അൻ യദ്ഹബ ഇലൈഹിം വയുറാജിഅഹും വയസ്അലഹും. എന്ത് ചെയ്യണം, എന്നാണോ അവന് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ആ സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യണം, ആ പണ്ഡിതന്മാരുടെ അടുത്ത് പോകണം, ആ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. വെറും ഗ്രന്ഥങ്ങൾ അവലംബിക്കുക എന്നുള്ളതല്ല, അതൊരു നമുക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രം. അൽ-അംറു റാബിഅ, 4-ാമത് അദ്ദേഹം പറയുന്നു, അൻ തകൂന ഖിറാഅത്തുഹു ലിൽ കുതുബി കൽ മുൽതരി ബിഖദരിൻ യസീരിൻ ലാ അന്നഹു യത്തഖിദുഹാ വസീലതൻ. അദ്ദേഹം പറയുന്നത്, ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് ഒരു നിർബന്ധിതാവസ്ഥയിൽ മാത്രമായിരിക്കണം. അതെന്താക്കരുത്, ഇൽമു സ്വീകരിക്കാനുള്ള ഒരു വസീലയായിട്ട് അതിനെ സ്വീകരിക്കരുത്. എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താ, ഇത് നമുക്ക് പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു ഘട്ടമുണ്ടെങ്കിൽ, നമുക്ക് പല പ്രതിസന്ധികളുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഒരു അത് അറിയുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം, ആ രൂപത്തിൽ അത് ചെയ്യാം. എന്നാൽ ഇത് തന്നെ ഒരു പതിവായിട്ട് സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാരണം അൽ ഇൽമു ശർഈ യഖുദു മിൻ അഫ്വാഹിൽ ഉലമാ, ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം എത്തിക്കുന്നത് എടുക്കാം. അദ്ദേഹം പറയുന്നത്, മതപരമായ ഇൽമ് യഖുദ്, അവനത് സ്വീകരിക്കേണ്ടത് മിൻ അഫ്വാഹിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ചുണ്ടുകളിൽ നിന്നാണ്
ഈ ശർഈയായ ഇൽമ് അവന് സ്വീകരിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കണം. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിൻ്റെതായ ആളുകൾക്ക്. കമാ അന്ന സലഫ ഖദൂഹു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലഫുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതുപോലെ, അതേപോലെ വത്താബിഊന, താബിഈങ്ങൾ ഖദൂഹു മിനസ് സലഫി, അവർ സലഫുകളിൽ നിന്ന് സ്വീകരിച്ചതുപോലെ, വഹകദാ അൽ ഇൽമു, ഇപ്രകാരമാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം അങ്ങനെ വിശദീകരിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഷെയ്ഖ് ബാസമുൽ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള, അദ്ദേഹം പറയുന്നു, സഅൽതു അബി, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, അതായത് മകൻ പറയണം, എൻ്റെ പിതാവിനോട് ചോദിച്ചു, അനിർ റജുലി, ഒരാളെ സംബന്ധിച്ച്, യകൂനു ഇൻദഹു അൽ കുതുബുൽ മുസന്നഫ, അവന്റെ അടുത്ത് ഗ്രന്ഥങ്ങളുണ്ട്, ഫിഹാ ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബ വത്താബിഈന, ആ ഗ്രന്ഥങ്ങളിൽ ഹദീസുകളുണ്ട്, അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ അസറുകളുണ്ട്, അതിലടുത്തൊക്കെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അയാളുടെ അടുത്തുണ്ട്. വലൈസ ലിർറജുലി ബസറുൻ ബിൽ ഹദീസിൽ ലഈഫിൽ മത്റൂഖ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഈഫായ ഹദീസിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള അറിവൊന്നും അയാൾക്കില്ല. അതിലത്തെ ഗ്രന്ഥങ്ങൾ കുറെ ഉണ്ട്. അതേപോലെ വലൽ ഇസ്നാദിൽ ഖവി അനിൽ ലഈഫി, അതേപോലെ തന്നെ സനദിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ ഇൽമ് അയാൾക്കില്ല. ഏതാണ് സ്വഹീഹായ ഹദീസ്, ഏതാണ് ലഈഫായ ഹദീസ്, ഇതൊക്കെ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്, ഇതൊന്നും അയാൾക്കില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ചില വിഷയങ്ങൾ ഉണ്ടാകും, ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതൊന്നും തിരിയാത്ത ആളുകൾ എന്ത് ചെയ്യും, അവരേതെങ്കിലും ഒരു ഇന്റർനെറ്റിൽ കയറിയിട്ട് ആ ഫത്വ അവർ പ്രചരിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഫത്വ മാത്രം സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ പലതും നമുക്ക് ചെയ്യാനുണ്ട്. അയാളെ കൊണ്ടുവന്ന തെളിവ് അത് സ്വഹീഹാണോ അല്ലേ എന്ന് പരിശോധിക്കണം. ഇനി അത് സ്വഹീഹാണെങ്കിൽ തന്നെ അതിനെ ജംഅ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണം. അതേപോലെ തന്നെ അതിന് തർജീഹ് ഉണ്ടോ എന്നുള്ളത് തർജീഹ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊന്നും തിരിയാത്ത ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു ഫത്വ മാത്രം എടുത്ത് ഉദ്ധരിച്ചിട്ട് ആളുകളെ അതിൽ നിന്ന് തെറ്റിക്കും. അപ്പൊ പല വിഷയങ്ങളിലും അങ്ങനെ ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്. അവനതറിയില്ല അതിനെ ജംഅ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് തർജീഹ് അത് ഏത് രൂപത്തിലാണ്. ഇനി പണ്ഡിതന്മാര് ഇനി അയാളെ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് സഹീഹാണോ, ഇതൊന്നും അവർ നോക്കൂല. എന്നിട്ട് എന്ത് ചെയ്യാ, അവരേതെങ്കിലും ഇന്റർനെറ്റ് വിടുതാ ഇങ്ങനെ ഒരു അഭിപ്രായം എന്നാൾ പറഞ്ഞിട്ട് ആ ഫത്വ എടുത്തിട്ട് അയാളത് പ്രസിദ്ധീകരിക്കാതെ അയാൾ ഷെയർ ചെയ്യും. അതിൽ ചിലപ്പോൾ എന്തുണ്ടാകും, അപകടം ഉണ്ടാകും. ചിലപ്പോൾ ആ പണ്ഡിതൻ അയാളെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും, ഇതൊക്കെ ഉറപ്പുവരുത്തണം. എൽമുള്ളവരോട് ചോദിക്കണം, അത് എന്താണ്, ഇത് എന്താണ്, ഇതിന്റെ വസ്തു എന്താണ്, ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ജുംഹൂറിന്റെ അഭിപ്രായം എന്താണ്, ഇത് ഈ പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണോ. ഇങ്ങനെ പല വിഷയങ്ങളിൽ അത് വന്നിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങളിൽ. അപ്പൊ പിന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, അബ്ദുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇയാളുടെ അടുത്ത് ഗ്രന്ഥങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. സനദിനെ സംബന്ധിച്ചോ സഹീഹായ ഹദീസിനെ സംബന്ധിച്ചോ ലഈഫായ ഹദീസിനെ സംബന്ധിച്ചോ ഇതൊന്നും ആർക്കറിയാം. എന്നിട്ട് ചോദ്യം ഇതാണ്, ഫയജൂസു അൻ യഅമല ബിമാ ശാഅ, അപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനനുസരിച്ച് അമല് ചെയ്യാൻ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അമല് ചെയ്യാനും, വയതഖയ്യർ മിൻഹ ഫയുഫ്തി ബിഹി വയഅമലു ബിഹി, എന്നിട്ട് അയാൾ അതിൽ നിന്ന് ചില ഫത്വകൾ തിരഞ്ഞെടുത്തിട്ട് അയാൾ ഫത്വ കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് അമല് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരാൾക്ക്? അപ്പൊ അയാൾക്ക് ഹദീസിനെ പറ്റി അറിയില്ല, അതിന്റെ സനദിനെ പറ്റി അറിയില്ല, അയാൾക്ക് അതിലുള്ള ബസറില്ല, ഇൽമില്ല. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് അനുവദനീയാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് കൊടുത്ത മറുപടി ഖാല ല, പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ ഒരു ആവേശമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇതിലൊക്കെ ആളുകൾക്ക് ചില ആവേശമാണ്. ഒരു 10 ഫത്വകൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടൂല.
ഒരു 10 ഒരു ദിവസം അടിക്കണം, എങ്കിലേ ഉറക്കം കിട്ടുള്ളൂ. അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. അദ്ദേഹത്തിന്റെ ഇലാമുൽ മഖയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം. അദ്ദേഹം പറഞ്ഞു പാടില്ല, ലാ യഅമൽ, അമൽ ചെയ്യാൻ പാടില്ല, ഹത്താ യസ്അൽ മാ യുഖദു ബിഹാ മിൻഹാ ഫയകൂനു യഅമൽ അലാ അംരിൻ സ്വഹീഹിൻ വയസ്അൽ അൻ ദാലിക അഹ്ലുൽ ഇൽമി. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹം എന്താണോ ഫത്വ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അമൽ ചെയ്യുന്നത് അതിനെപ്പറ്റി ചോദിക്കണം, ചോദിച്ചിട്ട് പഠിക്കണം. ആരോട്? അഹ്ലുൽ ഇൽമിനോട് ചോദിക്കണം. ഇയാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അയാൾക്ക് ഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ അയാൾക്ക് ഭാഷയിൽ കുറച്ച് അറിവുണ്ട്. പക്ഷെ ഒരു ഗുരുമുഖത്തു നിന്ന് അയാളെ ഇൽമ പിടിച്ചിട്ടില്ല. പക്ഷെ അയാൾ ഫത്വ കൊടുക്കുകയാണ്, അയാൾ അതനുസരിച്ചിട്ട് ഒറ്റക്ക് ആ ഫത്വ സ്വീകരിക്കുക, അമൽ ചെയ്യുകയും ചെയ്യാണ്. അപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി, അവൻ അഹ്ലുൽ ഇൽമിനോട് ചോദിക്കുന്നത് വരെ അങ്ങനെ ഫത്വ കൊടുക്കാനോ അമൽ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം കിതാബ് തൗഹീദ് കാണാതെ പഠിച്ചിട്ട് ദഅവത്ത് നടത്തിയാൽ മതി എന്നാണോ? അതല്ല, അത് വേറൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ആ വിഷയത്തെ കുറിച്ചല്ല, അത് നമ്മൾ വേറെ പറയുന്നുണ്ട്. നമ്മള് കിതാബ് തൗഹീദ് ഉസൂൽ സലാസി കാണാതെ പഠിച്ചിട്ട് ഹിഫ്ളാക്കിയിട്ട് ദഅവത്ത് നടത്താൻ പറ്റും എന്നുള്ളൊരു വാദം നമുക്ക് ഏതായാലും ഇല്ല. പിന്നെ ഒന്നും വിമർശിക്കാനും ഖണ്ഡിക്കാനും ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ട് ഖണ്ഡിച്ച് നടക്കുക എന്നുള്ളത് ഒരു തൊഴിലായി സ്വീകരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കങ്ങനെ ഒരു വാദമല്ല. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അത് വേറൊരു വിഷയമാണ്, അത് ഇതിലേക്ക് കൂട്ടിക്കൊക്കണ്ട. അത് നമ്മൾ വേറെ ഇൻഷാ അല്ലാഹ് അത് പറയും. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇപ്പൊ ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്നാണെന്നുള്ളത്, അതിന്റെ രീതികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഇലാമില് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഈ വിഷയത്തില്. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞു, കിബാർ ഉലമ അവരുടെ ശിഷ്യന്മാര്, ആ രൂപത്തിലുള്ള അവരുടെ ശിഷ്യന്മാര് ശരിയായ അഹ്ലുസുന്നയുടെ ആദർശം, ഉസൂലും ഖായിദയും മനഹജും ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ നമുക്ക് ഇൽമു സ്വീകരിക്കാം. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താം. അത് അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ തന്നെയും അവര് പണ്ഡിതന്മാരുടെ സഹായം തേടേണ്ടതുണ്ട്. എന്നാൽ കിതാബ് തിരിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാ കിതാബ് വായിച്ചിട്ട് സ്വയം പണ്ഡിതന്മാരായി നടിക്കുകയും അവർ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന രീതി അത് തെറ്റാണെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇൽമു എടുക്കുന്നത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. അവരെ ആലിമീങ്ങൾ എന്നല്ല പറയാം, അവരെ സൊഫി മുസാഫി എന്നൊക്കെയാണ് പറയാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ രണ്ടാമത്തെ രീതി. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഒരു രീതി, പിന്നെ ഇങ്ങനെ ശരിയായ മൻഹജും ഉസൂലും അഹ്ലുസുന്നയുടെ ആദർശം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് ഇൽമു സ്വീകരിക്കാം. ഇനി ഇൽമു സ്വീകരിക്കുന്നതിന്റെ മറ്റൊരു രീതി, തസ്കിയ ഉള്ള പണ്ഡിതന്മാര്, തസ്കിയ ഉണ്ടോ, അവരിൽ നിന്ന് നമുക്ക് ഇൽമു സ്വീകരിക്കാവുന്നതാണ്. തസ്കിയ എന്നുള്ളത് അത് നിർബന്ധമാണ്. തസ്കിയ എന്നുള്ളത് അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോ കണ്ടോ എന്ന് പറയണ്ട ആരും. തസ്കിയ വേണ്ട എന്നത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുറാഫികൾ കറാമത്ത് കൈകാര്യം ചെയ്തതുപോലെയാണ് ചില ആളുകൾ കേരളത്തിൽ തസ്കിയ കൈകാര്യം ചെയ്തത്. അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയത്. തസ്കിയ എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ തസ്കിയ എന്താണ് അത് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് അബദ്ധം പറ്റി. നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചില്ല. തസ്കിയ വേണം. തസ്കിയ വേണ്ട എന്നാരാ പറഞ്ഞ്? ഇവിടെ പ്രശ്നങ്ങൾ അതല്ല. ഇപ്പൊ കറാമത്തിനെ നമ്മൾ നിഷേധിക്കുന്നുണ്ടോ? കറാമത്തുണ്ടെന്ന് പറയുമ്പോ കണ്ടോ മുജാഹിദുകൾ കറാമത്ത് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കറാമത്തുള്ളത് തന്നെയാണ്. പക്ഷെ അത് ബിസിനസ് അല്ല. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ കണ്ടോ റസൂലിനെ സ്നേഹിക്കാൻ തുടങ്ങി മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലിനെ സ്നേഹിക്കണം. പക്ഷെ അത് റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് വെച്ചിട്ടല്ല. ഇതേപോലെ തന്നെ തസ്കിയത്ത് എന്നുള്ളത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. തസ്കിയത്ത് വേണം. അവരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതിലാർക്കാ തർക്കമുള്ളത്? ഇവിടെ വിഷയം അതല്ല.
അവിടെ വിഷയം എന്താ വെച്ചാല്, തസ്കിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഇജാസത്ത് എന്ന് പറയും, അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന് പറയും, ഷഹാദത്ത് എന്ന് പറയും. അതായത് കിബാറുകളായ അല്ലെങ്കിൽ അഹ്ലുൽ ഇൽമിലെ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം. അയാൾ ശരിയായ അഹ്ലുസുന്നന്റെ ആളാണ്, അല്ലെങ്കിൽ അയാൾ ശരിയായ സലഫിയത്തുള്ള ആളാണ്, അയാളുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കാം എന്ന് പണ്ഡിതന്മാര് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല തസ്കിയ. അവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്യും ചോദിച്ചാല്, നമ്മൾ ക്ലാസ്സിന് വിളിച്ചാൽ വരാനും വരൂല. എന്താ നിങ്ങൾക്ക് തസ്കിയ അല്ലാന്നാ പൊട്ടത്തരം പറയാം. അതായത് പറയണ്ടേ, ക്ലാസ്സിന് വിളിച്ചാല് നിങ്ങൾക്ക് തസ്കിയല്ല. അപ്പൊ കേരളത്തിൽ ഒരൊറ്റ ആളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ ആർക്കും തസ്കിയല്ലാന്നാ. അത് ഇവർക്ക് അറിയാത്തോണ്ടാ. കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് തസ്കിയുണ്ട്. കേരളത്തിൽ പല പണ്ഡിതന്മാർക്കും തസ്കിയുണ്ട്. തസ്കിയ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞ് അയാളുടെ നെൽമു സ്വീകരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ആ വാചകത്തെയാണ് കേട്ടോ. തസ്കിയത്തിൽ പല രൂപങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിഷയം തരും. അപ്പൊ ഇവര് പറഞ്ഞെന്ത്, കേരളത്തില് ഒരാളിൽ നിന്ന് എൽമു സ്വീകരിക്കാൻ പറ്റുള്ളൂ, വേറെ ആരിൽ നിന്ന് എൽമു സ്വീകരിക്കാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഇവര് എൽമിനെ തടയാണ്, എൽമു നേടുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാണ് യഥാർത്ഥത്തിൽ. അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അത് ഇവരുടെ തെറ്റിദ്ധാരണയാണ്. കേരളത്തിൽ കുറെ ആൾക്കാർ തസ്കിയുള്ള ആൾക്കാരുണ്ട്. ഇനി ആ വാദം അയാൾക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അയാൾ അനുയായികൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഖത്തറിൽ എത്തിയതിന് ശേഷവും നമുക്ക് ആ രൂപത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റൂലാണ്, കാരണം നിങ്ങൾക്ക് തസ്കിയല്ല. അപ്പൊ അപ്പറഞ്ഞ ഷെയ്ഖനോ അയാൾക്ക് തസ്കിയുണ്ട്, ഇന്ന പണ്ഡിതന്മാരൊക്കെ ഇന്ന ഷെയ്ഖന്മാരൊക്കെ അയാൾക്ക് തസ്കിയ കൊടുത്തിട്ടുണ്ട്, അയാളെന്ന് ഇൽമു എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ. അപ്പൊ അവര് പറയുന്നതിൽ രണ്ട് പ്രശ്നങ്ങളാ. ഒന്ന്, വേറെ ആരടുത്തൊന്നും ഇൽമു സ്വീകരിക്കാൻ പറ്റൂല, കാരണം വേറെ ആർക്കും തസ്കിയല്ല. അത് അബദ്ധാണ്. വേറെ ഒരുപാട് ആൾക്കാർക്ക് തസ്കിയുണ്ട്. അതൊന്ന്. രണ്ട്, ഇനി തസ്കിയ അയാൾക്ക് കൊടുത്തു എന്ന് കരുതുക. അതിന്റെ അർത്ഥം ഇനി എന്നും അയാളത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം എന്നുള്ളതാ, അയാളത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാ. അത് അയാൾക്ക് മരിക്കോളുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണോ? അയാളത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണോ? അല്ല, അതും അബദ്ധ. ഒരാൾക്ക് കിബാറുകൾ തന്നെ ഒരാൾക്ക് തസ്കിയ കൊടുത്തു എന്ന് കരുതുക, അയാളത്തിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്ന് കരുതുക. അത് അയാൾക്ക് ആജീവാനന്ദ തസ്കിയാണോ? അതിന്റെ അർത്ഥം അയാളെ മരിക്കോളം അയാളത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തസ്കിയുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിൽ ഒരുപാട് തസ്കിയുള്ള ആളുകളുണ്ട്, അവരിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കേണ്ടി വരും. ഈ വാദാണുള്ളതെങ്കിൽ അവരിൽ പലരും ഇന്ന് ഹവന്റെ ആളുകളാ, ഈ തസ്കിയുള്ള ആളുകൾ പലരും. അപ്പൊ തസ്കിയ ഉണ്ട്, അതുകൊണ്ട് അവരിൽ നിന്നേ ഇൽമു സ്വീകരിക്കാൻ പാടുള്ളൂ. ഇൽമു സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇപ്പറഞ്ഞ തസ്കിയാണെങ്കിൽ, ഏത് ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാചകം, അതാണല്ലോ ഇപ്പൊ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നത്. നമ്മളൊരു ക്ലാസ് അയച്ചു കൊടുത്താൽ ഉടനെ വരും യൂട്യൂബിൽ ഒരു ക്ലിപ്പ്, ഒരു കഷ്ണം വരും. എന്താ മുപ്പർക്ക് കൊടുത്ത തസ്കിയാണ്. നമ്മൾ ഉസ്താദിനാ വാദം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ അനുയായികൾ അത് പറയുന്നുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം കിബാറുകൾ തന്നെ തസ്കിയ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ തസ്കിയ കൈകളിലുള്ള പലരും കേരളത്തിലുണ്ട്, അവരിൽ നിന്ന് പലരും ഇൽമു സ്വീകരിക്കാൻ പറ്റൂല. ഇപ്പറഞ്ഞ തസ്കിയുള്ള പലരും, കാരണം അവര് പലരും ഹവക്കനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് തബ്ലീഗ് തസ്കിയല്ലേ ഉണ്ട്. ആരാ കൊടുത്ത്? ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം അത് തിരുത്തി. അവരുടെ ശരിയായ നിലപാടുകളെ കുറിച്ച് അറിഞ്ഞപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം, അത് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. കാരണം പിന്നെ ഷെയ്ഖ് റബീഅ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് പലരും പറ്റിക്കാണ് യഥാർത്ഥത്തിൽ.
അയാൾക്ക് സലഫിയത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു തെസ്കിയത്ത്, ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പറയിപ്പിച്ചിട്ടുണ്ടാവും, ഇയാള് ഓക്കെയാണ്, ഇയാൾക്ക് നിങ്ങൾ ഇൽമു എടുത്തോളെ. അയാളുടെ ജീവിതത്തിലോ അയാളുടെ ആദർശത്തിലോ സലഫിയത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കള്ളന്മാരുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഷെയ്ഖ് റബീ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കള്ളന്മാർക്കെതിരെ അദ്ദേഹം ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. തസ്കിയും വാങ്ങിയിട്ട് പോകും. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കും, എന്റെ കൂടെ നടക്കാനുണ്ടാകും, എന്റെ കൂടെ മജ്ലിസിലുണ്ടാകും. എന്നിട്ട് തസ്കിയത്തും വാങ്ങി പോയിട്ട് അവർ സലഫിയത്തിനെതിരായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ആ കള്ളന്മാർ അള്ളാന്റെ ആയത്ത് ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണെങ്കിലും ആ വിഷയത്തിലൊരു നിലപാടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. അതില് ഒരു വിഷയം മാത്രം എനിക്ക് താല്പര്യമുള്ള വിഷയം ഞാനത് എന്ത് ചെയ്യാ, അതുകൊണ്ട് ആയത്തിൽ അവതരിപ്പിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്, ലലാലത്താണെന്ന് പറയാം. ആ രീതി ശരിയല്ല. അത് തർജീഹ് ചെയ്യേണ്ടതുണ്ടാവും, ജംഅ് ചെയ്യേണ്ട, അത് വേറൊരു വിഷയം. പക്ഷെ അതിന്റെ രണ്ട് വിഷയങ്ങളും പറയണ്ടേ? ഇത് ചില ആളുകളുടെ സ്വഭാവം എന്താ വെച്ചാല്, എനിക്കൊരു സംഗതി സമർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ തെളിവുകൾ മാത്രം എടുത്ത് ഉദ്ധരിക്കുക. അതായത് ഇതിൽ ശരിയായ രീതിയല്ല. ഇപ്പൊ എനിക്കൊരാശയം പറയണം, ആ ആശയം പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഷെയ്ഖ് ഇബ്നു ബാസാണ്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസ് അല്ലാമ അൽ മുഹദ്ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവതരിപ്പിക്കുക. എന്നാൽ എനിക്ക് പറ്റാത്തൊരു വിഷയം ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഖ് ഇബ്നു ബാസ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാം. അത് യഥാർത്ഥത്തിൽ എന്തല്ല, സത്യസന്ധമായ ഒരു നിലപാടല്ല. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് ഇഖ്തിലാഫുള്ള വിഷയങ്ങളുണ്ട്, അതിലൊക്കെ തന്നെ അതൊരു ശരിയായ നിലപാടല്ലല്ലോ. അപ്പോ അത് വേറെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഈ തസ്കിയത്തും സംഗതികളും? അത് നമ്മളൊന്ന് പഠിക്കുക. കാരണം ഈ കുട്ടികൾ ഇതുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ആരത്തുനിന്ന് അവർ എൽമു സ്വീകരിക്കൂല. നമ്മുടെ കേരളത്തില് ഈ പറഞ്ഞ തസ്കിയ, ഇവരുദ്ദേശിച്ച തസ്കിയ ഉണ്ടല്ലോ, ആ തസ്കിയ അല്ലാത്ത എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള തസ്കിയുള്ള ഇരുത്തം വന്ന കുറെ പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. അതിനടുത്തുനിന്നൊന്നും ഇവർ എൽമു സ്വീകരിക്കൂല. വേറെ ആരും കേരളത്തിലില്ല എന്നാ. പിന്നെ അതിന്റെ ക്ലിപ്പ് അയച്ചു തരും. എന്താ ചെയ്യാ? അപ്പൊ എന്താണ് തസ്കിയത്ത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ. ഇത് സുലൈമാൻ റുഹൈലി, ഇന്നും ജീവിച്ചിരിക്കുന്ന ഹഫിളഹുല്ലാഹ്, ലോകത്തുള്ള പ്രഗത്ഭനായ സലഫി പണ്ഡിതനായ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ചോദ്യം. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കൈഫ തുഅറഫു തസ്കിയ, എങ്ങനെയാണ് ഈ തസ്കിയ? ഇതെന്താ സംഗതി? ഇതിന്റെ രീതി എന്താണ്? ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? മൻ യുഖദു മിൻഹുൽ ഇൽം. അപ്പൊ ഇൽമ്, ഇങ്ങനെ ഇൽമ് സ്വീകരിക്കപ്പെടേണ്ട ഈ തസ്കിയ, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്? ഈ തസ്കിയ എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ രീതി എന്താണ്? ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്? ഇത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം വിശദീകരിക്കാതെ ആദ്യം അദ്ദേഹത്തോട് ദീർഘമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി മനസ്സിലാക്കിക്കോ. ഇവര് ഇന്ന് പ്രചരിപ്പിക്കുന്ന അതേ ചോദ്യമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതേ ചോദ്യം എന്താന്ന് അറിയോ? ഇൻദനാ ത്വലബത്തു ഇൽമിൻ ലാ നഅലമു അൻഹും ഇല്ലാ ഖൈറ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, ഞങ്ങളുടെ അടുത്ത് കുറച്ച് ത്വലബുൽ ഇൽമുണ്ട്, അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഖൈർ അല്ലാതെ ഒന്നും അറിയില്ല. യുഅല്ലിമൂന കുതുബൻ ഫിൽ ഇഅ്തിഖാദി വസ്സുന്നഹ്, അവര് അഖീദ ഗ്രന്ഥങ്ങളും സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ശരിയായ അഹ്ലുസുന്നത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഫജഅന ബഅദുൽ ഇഖ്വ, ചില സഹോദരങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു. വനശറ ഫി ത്വലബതി, എന്നിട്ട് അവര് ഞങ്ങൾക്കിടയിൽ, ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അവർ പ്രചരിപ്പിച്ചു, അന്നൽ ഇൽമ അവ്വലൻ ലാ യുഖദു ഇല്ലാ മിനൽ അകാബിരി, കിബാറുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നും, വസാനിയൻ രണ്ടാമതായി ലാ ബുദ്ദ മിൻ തസ്കിയത്തിൻ മിനൽ ഉലമാഇ ലിഹാദിൽ ഖായിമി ബിഹാദിഹി ദുറൂസ്, ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഈ പണ്ഡിതന്മാരുടെ തസ്കിയ നിർബന്ധമാണ് എന്നും അവർ ഇവർക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇന്ന് നമ്മളെ കേരളത്തിൽ ചില ആൾക്കാർ പ്രചരിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ. ഇപ്പോ ഒരു 3 ആഴ്ച മുമ്പ് കൂടി ആ ക്ലിപ്പ് എന്റെ ദിക്ക് വന്നിട്ടുണ്ട്. എന്താ ചെയ്യാ? ഒരു വിഷയം പഠിക്കണ്ടേ? പഠിക്കാത്തൊരു വിഷയം മനസ്സിലാകും. ഇൽമു നേടണം എന്നുള്ളൊരു താല്പര്യം വേണം.
എന്നിട്ട് നമ്മളെടുത്തു നിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ ആരും എൽമ സ്വീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരില്ല എന്നുള്ളത്. അപ്പൊ ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയോടുള്ള ചോദ്യതാണ്. രണ്ട് കാര്യങ്ങൾ അവർ ഞങ്ങൾക്കിടയിൽ, ഈ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഒന്ന്, കിബാറുകളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. രണ്ട്, തസ്കിയ നിർബന്ധമാണ്. ഇതുവരെ പ്രചരിപ്പിച്ചതോടുകൂടി കുറെ ആളുകൾ ക്ലാസ് നിർത്തിയിട്ട് പോയി. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ രൂപത്തിലുള്ള വേറെ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. കുറെ ആളുകൾ ക്ലാസ് നിർത്തി. കാരണം എന്താ, കിബാറുകളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ, തസ്കിയ നിർബന്ധമാണ്. ഇപ്പൊ ഇവര് ചോദിക്കണ മാതിരി എൻ്റെ അടുത്ത് തസ്കിയ ഉണ്ടോ, ആ തസ്കിയ ഒന്ന് കാണട്ടെ. അല്ലല്ലേ, നിങ്ങൾക്ക് തസ്കിയ അല്ലല്ലേ, അത് കേട്ടോ. അപ്പൊ കുറെ ആളുകൾ ക്ലാസ് നിർത്തി. നമ്മളെ പല സഹോദരങ്ങളും ക്ലാസ്സുകളൊക്കെ നിർത്തിയതുപോലെ. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ എന്തൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ഞാൻ പൂർണ്ണമായിട്ട് വായിക്കുകയാണ്. ഇത് കാരണം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് പൂർത്തിയായിട്ട് വായിക്കുകയാണ്. അപ്പൊ ഇത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറഞ്ഞത്. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ലാ ശക്ക, സംശയമല്ല, അന്നൽ ഇൽമ ഇന്നമാ യുഖദു അനിൽ അകാബിരി, കിബാറുകളിൽ നിന്ന് തന്നെയാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്. വഅന്നഹു ലാ ബുദ്ദ മിന തസ്കിയ, തസ്കിയത്തും നിർബന്ധമാണ്. ലാകിൻ മൻഹും അൽ അകാബിർ. അപ്പൊ അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കിബാറുകളിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്, തസ്കിയ വേണം, ഇതിൽ സംശയമല്ല. പക്ഷെ ആരാണ് കിബാറുകൾ? എന്നിട്ട് അദ്ദേഹം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആരാണ് കിബാർ എന്നുള്ളത്. വയസ്സായ ആൾക്കാർ എന്നുള്ളത് മാത്രമല്ല, അല്ല കാബിറു മൻ കബ്ബറഹും ഇൽമുഹും, അവരുടെ ഇൽമാണ് അവരെ കിബാറുകളാക്കിയത്. ഇൽമ കൊണ്ട് പ്രായം ചെന്നവർ, അതിന് ഇരുത്തം വന്നവർ, അതാണ് കാബിറുകൾ, കിബാറുകൾ. എന്നിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് നല്ല ഇൽമുണ്ടെങ്കിൽ അവർ കിബാറുകളാണ്. നമ്മൾ സഹാബത്തിന്റെ ഇടയിലുള്ളതൊക്കെ ഉദ്ധരിച്ചല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായമാണ്, പക്ഷെ അദ്ദേഹം സഹാബികളിൽ പോലും അദ്ദേഹത്തിൽ നിന്നായിരുന്നു ഇൽമു സ്വീകരിച്ചത്. ആ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ, ഹദീസുകളും സംഭവങ്ങളും നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് അദ്ദേഹം ആദ്യം വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ ബുദ്ദ മിന തസ്കിയ, തസ്കിയ നിർബന്ധമാണ്. അപ്പൊ കേരളത്തിലെ സലാഹി തസ്കിയ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതിന് എതിർത്തു. ഇപ്പറഞ്ഞ ആൾക്ക് ആ വാദമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പറഞ്ഞ ആള് ഏത് ജാമ്യന്ന് പഠിച്ചതാ? ആ ജാമ്യന്റെ പേരെന്ന് പറയട്ടെ. അല്ലെങ്കിൽ കിബാറുകളിൽപ്പെട്ട ഏത് പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് എത്ര കൊല്ലം പഠിച്ചിട്ടുണ്ട്? ആ വർഷത്തിന്റെ കണക്കൊന്ന് പറഞ്ഞേര്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പോ ഇവിടെ വിഷയം എന്താണ്? ആ തസ്കിയ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ, ആ തസ്കിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതാണ് വിഷയം. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. പണ്ഡിതന്മാരൊരിക്കൽ തസ്കിയത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവക്കനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ എല്ലാ തെറ്റായ ആശയങ്ങളെയും ആദർശങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയാണ് എന്ത്? ഒരു സാധനമാണ് ഈ തസ്കിയ. തന്റെ അടുത്ത് തസ്കിയ ഉണ്ട്, അവിടെ തീർന്നു. അപ്പൊ ഇപ്പറഞ്ഞ വിവരം പിന്നെ സാധുക്കളായ ആൾക്കാരെന്ത് ചെയ്യാ? തസ്കിയ ഉപ്പരെടുത്തുണ്ടല്ലോ, അപ്പൊ പിന്നെ ഉപ്പരെടുത്തുന്ന എൽമെടുക്കത്തി. ഇപ്പൊ ഇബാദുല്ലാഹി അയ്നൂനി എന്ന ഹദീസിന്റെ വിഷയത്തിൽ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാര് പറഞ്ഞതിനൊക്കെ എതിരുന്നു. ഒരു ക്ലാസ് പറയുമ്പോൾ അതിൽ പിന്നെ 440 വട്ടം നമ്മൾ പറയുന്നത് പോലെ സലഫി പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? ഇബാദുല്ലാഹി അയ്നൂനി എന്ന വിഷയം വന്നപ്പോ നേരെ തല കുത്തന വന്നു. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ മുഴുവൻ സ്വീകരിച്ച നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചെന്ന് മാത്രമല്ല, പുതിയ പലതും അതിലേക്ക് കൊണ്ടുവന്നു. ആദ്യം പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞു. ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പിന്നീട് അതിനെതിരായിട്ട് പറഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചത്? അത് വേറെ വിഷയമാണ് എന്താണെങ്കിലും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ ബുദ്ദ മിന തസ്കിയ, തസ്കിയത്ത് അനിവാര്യമാണ്. കാരണം ഫൈനൽ ഇൽമ ദീനുൻ, ഈ ഇൽമ എന്താണ്? നമ്മൾ എടുക്കുന്ന ഈ ഇൽമ അത് ദീനാണ്, ഖുർആനും സുന്നത്തുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ പരലോകത്തിന് വേണ്ട കാര്യമാണ്.
അതുകൊണ്ട് ഫയംബഗി അൻ നൻദുറ അമ്മൻ നഖുദ ദീനഹ, അതുകൊണ്ട് ആരിൽ നിന്നാണ് നമ്മൾ ഇൽമു സ്വീകരിക്കുന്നത് എന്നത് നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ലാക്കിൻ കൈഫ തകൂനു തസ്കിയ, പക്ഷെ എന്താണ് ഈ തസ്കിയ? എന്നിട്ട് അദ്ദേഹം തസ്കിയയിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് ഈ തസ്കിയ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, അത്തസ്കിയതു തകൂനു ബിസലാസത്തി ഉമൂരിൻ, 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ തസ്കിയ ഉണ്ടായിത്തീരുന്നത്. 3 വിഷയങ്ങളാണ്, 3 കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്കിയ. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കിക്കോ, എന്താണ് തസ്കിയ എന്നുള്ളത്. അൽ അംറുൽ അവ്വൽ, തസ്കിയത്തിന്റെ ഒന്നാമത്തെ രൂപം, അതിന്റെ ഒന്നാമത്തെ രീതി, നസ്സുൽ ഉലമാഇൽ മുഅ്തബിരീന അലാ തസ്കിയതിഹി, എന്ത്? പണ്ഡിതന്മാരുടെ, ശരിയായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ വ്യക്തമായ നസ്സ്, അത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പണ്ഡിതന്മാർ പറയുന്നു എന്ത്? ഇയാളിൽ തന്നെ ഇൽമ് സ്വീകരിക്കാം. ഇതാണ് തസ്കിയത്തിന്റെ ഒരു രീതി. ഇതൊരു രീതി ആകുന്നുള്ളൂ, വേറെ 2 രീതികൾ ബാക്കിയുണ്ട്. ഇവരിത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ രീതി. എന്ത്? കിബാറുകളായ പണ്ഡിതന്മാര് അവരെ കുറിച്ച് പറയും, ആലത്തുന്ന ഇൽമ് എടുത്തോ. അപ്പൊ ഇത് ഏത് സന്ദർഭത്തിലാണ് വരുന്നത്? ഇപ്പൊ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഖത്തറില് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പല പള്ളികളിലും ദർസുകളുണ്ട്. അപ്പൊ നമ്മൾ അവരെ പറ്റി അന്വേഷിക്കുകയാണ് കിബാറുകളോട് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോട്. അപ്പൊ അവർ പറയും അയാൾ സലഫി തന്നെയാണ്, നിങ്ങൾ അവരിൽ നിന്ന് ഇൽമ് എടുത്തോ. ഇതാണ് ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ രീതി. പണ്ഡിതന്മാർ, കിബാറുകൾ, അഹ്ലുൽ ഇൽമിൽപ്പെട്ടവർ അയാളെ കുറിച്ച് പറയുന്നുണ്ട്, അയാളത്ത് നിങ്ങൾ ഇൽമ സ്വീകരിച്ചോ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ രീതി. അവരിൽ നമുക്ക് ഇൽമ സ്വീകരിക്കാം, അതിലൊരു തകരാറുമില്ല. അവരിൽ നിന്ന് ഇൽമ സ്വീകരിക്കാം. അൽ അംറു സാനി, രണ്ടാമത്തെ രീതി. അപ്പൊ ഈ ഒരു രീതി മാത്രല്ല, രണ്ടാമത്തെ രീതി എന്താ? ശരിക്കും മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ രീതി അനഷ്തഹിറ ബിത്തഅലീമി മിൻ ഗൈരി അൻ യുൻകർ അലൈഹി മിൻ അഹ്ലിൽ ഇൽമി, അയാൾ ആ നാട്ടിൽ അറിയപ്പെട്ടു, ശരിയായ സലഫിയത്ത് അത് പഠിപ്പിക്കുന്ന ആളാണ്, അങ്ങനെ ക്ലാസ് എടുക്കുന്ന, യുഅറഫ് ബി അന്നഹു മുദർരിസുൻ, അയാളൊരു മുദർരിസ് ആയിട്ട് ആ നാട്ടില് അറിയപ്പെട്ടു. വലാ യുൻകിറു അഹ്ലുൽ ഇൽമിൽ മുഅ്തബറൂന തദ്രീസഹു ഫഹാദിഹി തസ്കിയത്തുൻ സുകൂതിയ്യ, ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അയാളെ ജർഹ് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു പ്രാവശ്യം തസ്കിയ കിട്ടി, പക്ഷെ അയാളെ പണ്ഡിതന്മാർ ജർഹ് ചെയ്താലോ ആ തസ്കിയക്ക് പിന്നെ 5 പൈസന്റെ വില അല്ല. ഇതാണ് കേരളത്തിലെ സലായി പറഞ്ഞത്. പിന്നെ അതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഏതുപോലെ തബ്ലീഗിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആദ്യം തസ്കിയ കൊടുത്തു, പക്ഷെ പിന്നീട് പണ്ഡിതന്മാർ അവരെ ജർഹ് നടത്തി. ജമാഅത്താണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ അവിടെ ആ തഅദീലിന് പ്രസക്തിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോ തസ്കിയത്തിന്റെ രണ്ടാമത്തെ രീതി എന്താണ്? അയാൾ ആ നാട്ടില് ഇങ്ങനെ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനായിട്ട് അയാൾ അറിയപ്പെട്ടു. കിബാറുകളിൽപ്പെട്ട അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അഹ്ലുൽപ്പെട്ട പണ്ഡിതന്മാർ അയാളെ ജർഹ് നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് ചോദിക്കുകയാണ്, അയാളെ ഇൽമു സ്വീകരിക്കാൻ പറ്റും, അവർ പറയും ഓക്കെയാണ്. ആരും അയാളെ എതിർത്തിട്ടില്ല. ഇപ്പോ ഇവിടെയൊക്കെ ഖത്തറിലൊക്കെ നമുക്കറിയാം, നമ്മൾ ചില ആളുകളോട് ചോദിക്കുമ്പോൾ അയാളെ ക്ലാസ്സിൽ നമുക്ക് പോകാൻ പറ്റുമോ? പോകരുത്, അയാള് ഈ ആദർശം അഹ്ലുസുന്നന്റെ ആദർശം പ്രചരിപ്പിക്കുന്ന ആളല്ല എന്ന് പറയും. അപ്പൊ അയാളെ ഇൽമു സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടാവും, അയാൾ ശരിയായ സലഫിയത്തായിരിക്കും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണട്ടെ, നിങ്ങളെ പറ്റി ഷെയ്ഖ് റബീ പറഞ്ഞൊന്ന് അയാളത്ത് കാണിച്ചു തരുന്നുണ്ടാവില്ല. പക്ഷെ സലഫി ശരിയായ അഖീദയും ഇതായിരിക്കും അയാളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ പറ്റി ജർഹ് നടത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, അയാളെന്ന് ഇൽമു സ്വീകരിക്കാം. അപ്പൊ ഈ ഒരു ക്ലിപ്പും കൊണ്ട് നടക്കണ്ടെന്നർത്ഥം. ഇതാണ് അതിന്റെ രണ്ടാമത്തെ രീതി. ഇങ്ങനെയുള്ളവരെന്ന് ഇൽമു സ്വീകരിക്കാം. മൂന്നാമത്തെ രീതി വഹാദാ മിനൽ അഹ്മിയത്തി ബി മക്കാൻ, ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അൻ യുസക്കിയഹു ഇൽമുഹു, അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നാമത്തെ തസ്കിയത്തിന്റെ രൂപം അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫലാ യുഅല്ലിമു ഇല്ല സുന്ന, അഹ്ലു സുന്നത്തിന്റെ ആദർശമല്ലാത്ത മറ്റൊന്നും അയാൾ പഠിപ്പിക്കുന്നില്ല. വലാ യഖുദു ഇല്ലാൻ ഉലമാഇ സുന്ന, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ എന്നല്ലാതെ അയാളെ ഇൽമു സ്വീകരിക്കുന്നില്ല. വയുഖദ്ദിറു കുതുബ ഉലമാഇ സുന്ന, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അയാൾ അംഗീകരിക്കുന്നവനാണ്.
വലം യുഖദ് അലൈഹി റദ്ദുൽ കലാമിൽ ഉലമാഇൽ മുഅ്തബിരീന, പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്ക് എതിരെ അയാള് പിന്നെ ശബ്ദിക്കുന്നില്ല, അയാൾ അവർക്ക് റദ്ദ് നടത്തുന്നില്ല. വല മുഖാലഫാത്തുൽ ലിസ്സുന്ന, അയാൾ അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരായിട്ടുള്ള നിലപാടുകളൊന്നും അയാളിൽ നിന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾ ദർസ് നടത്തുന്നുണ്ടെങ്കിൽ അയാളത്തുനിന്ന് ഇൽമു സ്വീകരിക്കാം. അയാളോട് പോയിട്ട് നിങ്ങളെ പിന്നെ തെറുക്കിയൊന്ന് കാണട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് അതപ്പോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് നേരത്തെ പറഞ്ഞതുപോലെ ഖുറാഫികള് പിന്നെ കറാമത്ത് കൈകാര്യം ചെയ്തതുപോലെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ വിഷയം പറഞ്ഞതുപോലെ. അപ്പൊ ഒരു നാട്ടില് ദർസ് എടുക്കുന്ന, ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു ആലിം, ഒരു വ്യക്തി, അയാൾ പഠിപ്പിക്കുന്നത് ശരിയായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളാണ്. അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്ന ആളാണ്. അയാൾ പ്രചരിപ്പിക്കുന്നത് അഹ്ലുസുന്നയുടെ ആദർശമാണ് എങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഇൽമു സ്വീകരിക്കാം. അയാളോട് പോയിട്ട് കിബാറിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയും ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അയാളെ കുറിച്ച് നമുക്ക് ഡൗട്ട് വരികയാണെങ്കിലോ, ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ ഇതിൽ ഏതാണ് അഹ്ലുസുന്നന്റെ ആദർശം, ഏതാണ് അഹ്ലുൽ ബിദ്അന്റെ ആദർശം. അപ്പൊ നമുക്ക് പിന്നെ പ്രഗത്ഭരായ ആളുകളോട് അയാളെ പറ്റി ചോദിക്കാം. ഇതാണെന്ത് നമ്മൾ ഒന്നാമത് പറഞ്ഞല്ലോ, ഫൻളുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കണം. അത് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതാണ് അതിന്റെ മൂന്നാമത്തെ രീതി. അയാൾക്കുള്ള തസ്കിയത്ത് എന്താണ്? അയാൾ പ്രചരിപ്പിക്കുന്ന അയാളുടെ ഇൽമാണ്. അപ്പൊ ഈ ക്ലിപ്പുകളൊക്കെ അടിച്ചു തരുന്ന ആൾക്കാരുടെ ഇതൊന്നും അവർക്ക് തിരിയില്ല, അതൊന്നും അവർ പഠിച്ചിട്ടില്ല. പിന്നെ കുറെ മുറിയും ക്ലിപ്പുകളുമായിട്ട് നടക്കാണ്, വിഷയങ്ങൾ പഠിക്കാതെ. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ഈ പറഞ്ഞ ആളേ ഉള്ളൂ, അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, പലരും ഉണ്ട്. പക്ഷെ അവര് അറിയപ്പെട്ട ആളുകളായിക്കൊള്ളുന്നില്ല. പക്ഷെ അവര് പ്രചരിപ്പിക്കുന്നത് പിന്നെ അവര് വാചക സാമർത്ഥ്യം, വാക്ക് സാമർത്ഥ്യം, ചാതുര്യം ഇല്ലാത്തത് കൊണ്ട് അവര് പ്രാസംഗിക രംഗത്തില്ല. പക്ഷെ കിതാബ് നന്നായിട്ട് തിരിയും, സലഫി പണ്ഡിതന്മാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള പലരും നമ്മുടെ നാടുകളിലുണ്ട്. അവര് മൈക്കന്റെ മുന്നിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ആ രൂപത്തിൽ അവർ പ്രസംഗിക്കുന്ന കുത്തബാക്കളായിരിക്കൂല. പക്ഷെ അവർക്ക് സലഫി പണ്ഡിതന്മാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകും. അവരുടെ ദർസുകളൊക്കെ കേൾക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഈ ഒരൊറ്റ മാനദണ്ഡം വെച്ചിട്ട് ബാക്കിയുള്ള ഒരാളിൽ നിന്നും ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും സത്യസന്ധമായ നിലപാടല്ല. ഇനി തസ്കിയത്ത് ഇപ്രാവശ്യം കൊടുത്തു, പക്ഷെ ആ പണ്ഡിതന്മാർ അയാളെ ജർഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ നിലപാടുകൾ അതിനെതിരാണെങ്കിൽ ആ തസ്കിയ കൊണ്ട് ഫായിദല്ല. ഇനി അത് ഷെയ്ഖ് റബീ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നു, ഇനി ഒരാൾ വാദിക്കുകയാണെന്ത്, ഇവരുടെ വാദം ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്ത്, വൽ ഖൗലു, ഒരു വാദം. ഏതാണ് ആ വാദം? ബി അന്നഹു ലാ യുഖദുൽ ഇൽമ ഇല്ല അമ്മൻ സക്കാഹുൽ ഉലമാഉ നസ്സൻ, നസ്സായിട്ട് തന്നെ പണ്ഡിതന്മാർ തസ്കിയത്ത് കൊടുത്ത ആളുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന വാദം. ആ വാദം യസുദ്ദു ബാബൽ ഖൈർ, നന്മയുടെ വാതിലുകളെ അത് തടയും. കാരണം പണ്ഡിതന്മാർ ഒരാളെ കുറിച്ചും പറയാ, അത് മാത്രമാണ് തസ്കിയ എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ അത് ഖൈറിന്റെ കവാടത്തെ തടയലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കസീറും മിനൽ ബുൽദാനി ഫീഹാ തുല്ലാബ് ഇൽമിൻ, ധാരാളം നാടുകൾ അവിടെ ത്വാലിബുൽ ഇൽമ് ആയ ഒരുപാട് ആളുകൾ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. യുഅല്ലിമൂന സുന്ന, അവർ സുന്നത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വശുറൂഹി അഹ്ലി സുന്ന, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളുടെ ശറഹുകൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വയുഅല്ലിമൂന ബിഹസ്ബി മാ തഅല്ലമു, അവർ പഠിച്ചതിനനുസരിച്ച് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വലാകിന്നഹും ലാ യഹ്മിലൂന തസ്കിയതൻ മിൻ ആലിമിൻ മുഅയ്യിൻ, പക്ഷെ അവരുടെ അടുത്തൊന്നും എന്തില്ല, ഒരു പണ്ഡിതന്റെ തസ്കിയ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ തസ്കിയ ഉണ്ടാവില്ല. പക്ഷെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഹ്ലുസുന്നന്റെ ഗ്രന്ഥങ്ങളാണ്, അഹ്ലുസുന്നന്റെ കിതാബുകളാണ് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്ത് എന്റെ തസ്കിയ എന്ന് കൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ക്ലിപ്പിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഈ സാധുക്കളെ വിഷയം മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാക്കിൻ ലം യുഅറഫു അലൈഹിം മാ യജ്റഹുഹും ഫീ ഇൽമിഹിം, അവരുടെ വിഷയത്തിൽ അറിയപ്പെടരുത് ജർഹ് എന്താന്നുള്ളത് പറയുന്നുണ്ട്.
ഫഇദാ ഖുൽനാ ഇന്നഹു ലാ യുഖദുൽ ഇൽമു അൻഹും, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ലം യബ്ഖ ഇൽമുൻ ഫീ കസീരി മിനൽ ബുൽദാൻ, പല നാടുകളിലും പിന്നെ ഇൽമു ഉണ്ടാവില്ല. വസുയസദ്ദു, അദ്ദേഹം പറയണത് തടയപ്പെടും, ബാബൽ ഖൈറി, ഖൈറിന്റെ കവാടം, വയഖൂമു അഹ്ലുൽ ബിദ്അഇ, ബിദ്അത്തിന്റെ ആളുകൾ രംഗത്ത് വരും, വയുദദ്ദിസൂൻ, അവർ കാര്യങ്ങൾ പ്രചരിപ്പിക്കും, അവരുടെ ആദർശം അവർ പ്രചരിപ്പിക്കും, അഹ്ലുസുന്ന യക്ഫൂൻ, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിർജീവരായിത്തീരും. അങ്ങനെ പ്രശ്നം ഉണ്ടായിത്തീരും ഇങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ. അപ്പൊ അതുണ്ടായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ അത് മാത്രമല്ല തസ്കിയാണ്. അതുകൊണ്ട് വയുസ്ബിഹു അഹ്ലുസുന്ന യതഅല്ലമൂന മിൻ അഹ്ലിൽ ബിദ്അഇ ഔ മിനൽ ഇന്റർനെറ്റ് ഔ ഗൈരിഹി, ആളുകൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റിനെ അവലംബിക്കും, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് പിന്നെ ഇൽമു സ്വീകരിക്കുന്ന പിന്നെ ആളുകളായി തീരും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. നന്മയുടെ വാതിലുകളെ അത് തകർത്ത് കളയും, തടുത്തു വെക്കും എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോ ഇത് സുലൈമാൻ റുഹൈലി വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം ഇത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. തസ്കിയത്തിന്റെ 3 രൂപങ്ങൾ, ഈ 3 രൂപങ്ങളുള്ളവരിൽ നിന്ന് നമുക്ക് ഇൽമ് സ്വീകരിക്കാം. എന്താണ് അതിന്റെ മറ്റൊരു രീതി? ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് പൂർണ്ണമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി നമ്മൾ വിശദീകരിക്കുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ വിഷയം പഠിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാവുന്നതാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇൽമ് ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, ആരിൽ നിന്നാണ് സ്വീകരിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. പരലോകത്ത് സ്വർഗത്തേക്ക് പോകണോ നരകത്തേക്ക് പോകണോ തീരുമാനിക്കുന്ന വിഷയമാണ്. ഗൗരവം മനസ്സിലാക്കി വിഷയങ്ങൾ പഠിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.